ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയ നല്ലൊരു കിടിലുണ്ടായും അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറെയും ടിപ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ട്രിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സോപ്പാണ് കേട്ടോ. ഇവിടേക്ക് ഇതിന് ഊട്ടി സോപ്പ് എന്നാണ് പറയുന്നത്. നിങ്ങളവിടെയൊക്കെ എന്താണ് പറയുക എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു സോപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കരി പിടിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ബുദ്ധിമുട്ടാതെ തന്നെ വളരെ എളുപ്പത്തിൽ ക്ലീൻ ആക്കി എടുക്കാനുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത്. ബിരിയാണി അടുപ്പിലൊക്കെ വെക്കുന്ന സമയത്ത് എടുക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ ഇത് വെക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ചാരം ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം അടുപ്പിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര തന്നെ കരി പിടിച്ചാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്താൽ തന്നെ നന്നായിട്ട് ക്ലീൻ ആയി വരുന്നതാണ്. അപ്പോൾ ഞാൻ ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും അഴുക്കായിട്ടുള്ളത്. ഇനി ഞാൻ ഈ ഒരു സോപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെ അത് ക്ലീൻ ആക്കി എടുക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. വല്ലാണ്ട് അങ്ങ് ഉരച്ച് ബുദ്ധിമുട്ടാതെ ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ആയി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ആ കരി പിടിച്ച ഭാഗമൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ആയി വന്നിട്ടുണ്ട്. ഇനി ആ കരിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്നുകൂടെ ഞാനിതൊന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സോപ്പ് ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നമ്മൾ കുളിക്കുന്ന ഏത് സോപ്പായാലും നമുക്ക് ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഏത് കരി പിടിച്ച പാത്രം നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും, അതുപോലെ തന്നെ പുതിയതുപോലെ വെട്ടിത്തിളങ്ങാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. നല്ല കരി പിടിച്ച പാത്രമൊക്കെ പുറത്ത് വെച്ച് കഴുകായിരിക്കും നല്ലത്. ഞാനിപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഉള്ളിൽ വെച്ച് ചെയ്ത് കാണിക്കുന്നു എന്ന് മാത്രം. അപ്പം ഞാൻ ഈ ഒരു സോപ്പ് ഉപയോഗിച്ച് തന്നെ ഇതിൻ്റെ ഉൾഭാഗവും അതുപോലെ തന്നെ പുറകുവശവും നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഞാൻ വല്ലാണ്ട് അങ്ങ് ഉരയ്ക്കുന്നൊന്നുമില്ല, ജസ്റ്റ് വീഡിയോ ലെങ്ത് ആവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്പീഡ് കൂട്ടിയതാണ് കേട്ടോ. ഇനി ഒന്ന് കഴുകിയതിന് ശേഷം നിങ്ങൾ കണ്ടില്ലേ, പുതിയതായിട്ട് നമ്മളൊരു പാത്രം വാങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ഈ പാത്രത്തിൻ്റെ അകവും പുറവും നന്നായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട്, നന്നായിട്ട് വെട്ടിത്തിളങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിയിലുള്ള കരി ഞാൻ കഴുകിയെടുത്ത് കളഞ്ഞിട്ടില്ല, അത് ആ പാത്രത്തിൻ്റെ അടിയിൽ തന്നെ ഇരിക്കുകയായിരിക്കും നമുക്ക് നല്ലത്. ഇതുപോലെ അടിഭാഗത്ത് കുറച്ച് കരിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരച്ച് കളയേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് നമ്മളെ പാത്രങ്ങളൊക്കെ ഓട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. തക്കാളിക്ക് വിലയേറിയ ഒരു സാഹചര്യത്തിൽ നമ്മൾ കുറച്ചധികം തക്കാളിയൊക്കെ വാങ്ങിച്ചിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ കഴുകിയിട്ട് നമ്മളൊന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കുറേ ദിവസം നമുക്ക് കേടാവാതിരിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി മുഴുവനായിട്ടും ഇതിലേക്ക് ഒന്ന് ഇട്ട് ഒരു 5 മിനിറ്റ് വെച്ച് കൊടുക്കാം. തക്കാളി മാസങ്ങളോളം എങ്ങനെ കേടാവാതിരിക്കാം എന്നുള്ള ടിപ്സൊക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയുന്നുണ്ടാവും, ഈ തക്കാളിയുടെ കാമ്പ് ഭാഗത്തായിരിക്കും പെട്ടെന്ന് കേട് വരുന്നത് അല്ലേ. എന്നാൽ ആ ഭാഗത്ത് നമ്മൾ ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തക്കാളി കേടാവുകയില്ല, കുറേ മാസത്തോളം നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കടല, ചെറുപയർ, അതുപോലെ തന്നെ ഇതുപോലുള്ള മുതിരയൊക്കെ രാത്രി നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയല്ലേ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് രാത്രി സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഫ്ലാസ്ക് ഉണ്ടെങ്കിൽ നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എന്താണോ സോക്ക് ചെയ്യേണ്ടത് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്കിത് സോക്കായി വരും കേട്ടോ. ഇത് സോക്ക് ചെയ്യാതെ നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ ഗ്യാസും ചിലവാകും, അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ധാന്യങ്ങളൊന്നും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയില്ല. നിങ്ങളടുത്ത് ഫ്ലാസ്ക് ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് കാസറോൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുക്കറിൻ്റെ വാസറും വിസിലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കുക്കറിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് സോക്കായി കിട്ടുന്നതാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഞാൻ എല്ലാം ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് കൊണ്ടിട്ട് ഏകദേശം നമുക്ക് സോക്കായി വരും കേട്ടോ. രാവിലെ നമുക്ക് പെട്ടെന്ന് ആവശ്യമായിട്ട് വരുന്നതെങ്കിൽ ഒരു 15 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് എടുത്തിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മളുടെ ഈ ഒരു മുതിരയൊക്കെ നന്നായിട്ട് ഇവിടെ സോക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്ലാസ്കിൽ നിന്നും ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് അറിയിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരം, നല്ലൊരു ടിപ്പ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് പുട്ടുകുറ്റിയോ സ്റ്റീമറോ ഒന്നും തന്നെ ഇല്ലാതെ വളരെ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് പുട്ടുണ്ടാക്കി എടുക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പുട്ടുമാവ് ഒരു സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ചിരട്ടയിലാണ് കേട്ടോ. രണ്ടിലും ഞാൻ പുട്ടുമാവ് ഒന്ന് നിറച്ച് കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയാണോ നമ്മൾ പുട്ടുകുറ്റിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ തന്നെ, എന്നാൽ അതിനേക്കാളും ഈസി ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ ഇത്. കുറച്ചധികം മാവുണ്ടെങ്കിൽ ചിരട്ടയും ഗ്ലാസിന്റെയും അളവിലൊക്കെ വ്യത്യാസം വരുത്തിയാൽ മതിയാവും. ഒറ്റയടിക്ക് തന്നെ നമുക്ക് പുട്ടെല്ലാം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ പുട്ടുണ്ടാക്കി എടുക്കുന്നത് ഇതുപോലെ ഇഡലി പാത്രത്തിലാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റ് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ പുട്ടൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്.
ചിരട്ടയിൽ ഉണ്ടാക്കുന്ന പുട്ടിന് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ ചിരട്ട വെച്ചിട്ടുള്ള കുറേ അധികം ടിപ്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, ഒരു തുള്ളി പോലും പൊട്ടിപ്പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി പുട്ടുണ്ടാക്കാൻ പുട്ടുകുറ്റി ഇല്ലാത്തവരും അതുപോലെ തന്നെ രാവിലെ തിരക്കിട്ട ജോലികൾക്കിടയിലൊക്കെ കുറച്ച് അധികം പുട്ടുണ്ടാക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പപ്പായ ഇലയൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഇതിൽ ചേർത്തിട്ടുണ്ട്, അത് കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് കേട്ടോ. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ള നഖത്തിലൊന്ന് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു 6 ദിവസം കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ക്യൂർ ആയി വരുന്നതായിട്ട് കാണാം. പപ്പായ ഇലയും ജ്യൂസും അതുപോലെ തന്നെ തണ്ടും വെച്ചിട്ടുള്ള കുറേ അധികം ടിപ്സ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ആയിട്ടുള്ള പപ്പായ ഇല ഇല്ലെങ്കിൽ പപ്പായ ഇല പൗഡർ നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ അത് അങ്ങനെ വാങ്ങിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് മൺചട്ടി ഒറ്റ ദിവസം കൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് നന്നായിട്ട് സീസൺ ചെയ്തെടുക്കാം എന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 2-3 ചിരട്ട നന്നായിട്ടൊന്ന് കത്തിച്ച് ഞാൻ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചട്ടിയിൽ കടന്ന് നമ്മളുടെ ഈ ചിരട്ടയൊക്കെ നന്നായിട്ട് കത്തിച്ചാരമായിട്ട് വരണം. അതുവരേക്കും തന്നെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ നമ്മളൊന്ന് ചട്ടി മയക്കി എടുക്കുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പാചകത്തിനൊക്കെ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. മാത്രമല്ല നന്നായിട്ട് ഈട് നിൽക്കുകയും ചെയ്യും, പെട്ടെന്ന് പൊട്ടിപ്പോകുകയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പുകയിലയാണ് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഇതിന് പകരമായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഡ്രൈഡ് പുകയിലയാണ്. നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ആയിട്ടുള്ള പച്ച ഇല ഉണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ. ഇവിടെ ഒന്നും അത് അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് ഞാൻ ഡ്രൈ ആയിട്ടുള്ളത് എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള പുകയില നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ബീഡിയൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഉള്ളിലുള്ള പുകയില എടുത്താലും മതിയാവും കേട്ടോ. ഈ പുകയിലൊക്കെ കുറച്ച് അധികം തന്നെ നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് നമുക്ക് തലചുറ്റൽ വരാനും അതുപോലെ തന്നെ കുറച്ച് അധികം തന്നെ കഴിക്കുകയാണെങ്കിലും നമുക്ക് വളരെയധികം ശാരീരിക അസ്വസ്ഥതകളും അതുപോലെ തന്നെ ഓക്കാനും ഛർദി തലവേദന ഒക്കെ വരും കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു മണം വല്ലാത്തൊരു രൂക്ഷ ഗന്ധമാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചെറുതാക്കി ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 2 നാപ്തലിൻ ബോൾസ് നന്നായിട്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പുകയിലയും അതുപോലെ തന്നെ നാപ്തലിൻ ബോൾസും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. ഇതുപോലെ ഒരു 2-3 ടിഷ്യൂലൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ആ പാക്കിൻ്റെ മുകളിലേക്കായിട്ട് കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലൊക്കെ പെട്ടെന്ന് പുറത്തേക്ക് വരുന്നതാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ശല്യക്കാരെ കൊണ്ടിരിക്കുന്ന പാറ്റ, പല്ലി, എലി എന്നിവയെ തുരത്താനുള്ള കിടിലൻ ടിപ്സാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് സ്ഥിരമായിട്ട് പാറ്റ, പല്ലി വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് ആ പരിസരത്തേക്ക് തന്നെ വരുന്നതല്ല കേട്ടോ. അപ്പോൾ പാറ്റ, പല്ലി മൂലം പൊറുതിമുട്ടിയവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങളടുത്ത് ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ കോട്ടൺ തുണി ചെറിയ പീസസ് ആയിട്ട് വെച്ചിട്ടും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം അടുപ്പിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പുകയിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഒരു 10-15 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ അതിൻ്റെ ആ എസൻസ് ഒക്കെ നന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി വരും കേട്ടോ. ഈ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഞാനൊരു 2 കർപ്പൂരം പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് കർപ്പൂരവും. കർപ്പൂരം വെച്ചിട്ടുള്ള കുറേയധികം ടിപ്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ടിപ്സ് തന്നെയായിരിക്കും. അപ്പോൾ നമ്മളുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് അതിൻ്റെ എസൻസ് ഒക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഇതുപോലെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്ഥിരമായിട്ട് പാറ്റ, പല്ലി, എട്ടുകാലി ഒക്കെ വരുന്ന സ്ഥലങ്ങൾ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലിന് പിന്നെ ആ പരിസരത്തേക്ക് തന്നെ വരുന്നതല്ല കേട്ടോ. ഞാനിപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലേക്കായിട്ടാണ് തേച്ച് കൊടുക്കുന്നത്. ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നുണ്ട്. സിങ്കിൻ്റെ ഹോളിലും ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ രാത്രി കാലങ്ങളിൽ നിന്ന് വരുന്ന പാറ്റ, പല്ലി, എട്ടുകാലി എന്നിവയൊക്കെ നമുക്ക് തുരത്താൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പല്ലികളും പാറ്റകളും ഒളിഞ്ഞിരിക്കുന്നത് കർട്ടൻ്റെ പുറകിൽ അതുപോലെ തന്നെ നമ്മൾ കട്ടിലിൻ്റെ അടിഭാഗത്ത്, അലമാരയുടെ അടിഭാഗത്തായിരിക്കും കൂടുതലുമുള്ളത്. അപ്പോൾ ആ ഭാഗത്തൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്പ്രേ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ സ്മെല്ലിന് പിന്നെ പാറ്റ, പല്ലി, എലിയൊന്നും ആ പരിസരത്തേക്ക് തന്നെ വരില്ല കേട്ടോ. ഇതിലായിരിക്കും കൂടുതലായിട്ട് പാറ്റ, പല്ലി ഉണ്ടാകുന്നത്. കിച്ചണിൽ നമ്മൾ കാർഡ്ബോർഡിന്റെ ബോക്സുകളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഒഴിവാക്കുക. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതലായിട്ടും ഇത് മുട്ടയിട്ട് പെരുകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതായിട്ട് നരച്ച മുടി എങ്ങനെ ഒറ്റ യൂസിൽ തന്നെ നന്നായിട്ട് കറുപ്പിച്ചെടുക്കാം എന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ചായപ്പൊടി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ആ ഫ്ലേവർ ഒക്കെ പുറത്തേക്ക് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. കരിയിച്ചെടുക്കേണ്ട, ചെറുതായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം.
വളരെ എളുപ്പത്തിൽ യാതൊരു കെമിക്കൽസും ഇല്ലാതെ നരച്ച മുടി നമുക്ക് കറുപ്പിക്കാൻ പറ്റിയ അടിപൊളി ടിപ്പാണ് കേട്ടോ. ലക്ഷക്കണക്കിന് ആളുകൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. ഒറ്റ യൂസിൽ തന്നെ നമുക്ക് അതിശയിപ്പിക്കുന്ന റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പറയുന്ന ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നരച്ച മുടി പെട്ടെന്ന് കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ കട്ടൻ ചായ റെഡിയാക്കിയതിന് ശേഷം ഇനി നമുക്ക് ഡൈ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് മുട്ടയുടെ വെള്ളയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. മഞ്ഞ നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. വല്ലാത്തൊരു സ്മെല്ല് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഈ വെള്ളം മാത്രമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കട്ടൻ ചായയും അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങളുടെ നരച്ച മുടിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കുറച്ച് അധികം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഈ മുട്ടയിൽ നമ്മൾ ഈ ചായ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് മിക്സ് ആയിട്ട് വരില്ല കേട്ടോ. കുറേ സമയം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം മാത്രമേ ഇത് മിക്സ് ആവുള്ളൂ. അപ്പോൾ നമ്മളുടെ ഈ ഒരു മിക്സ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബ്ലാക്ക് ഹെന്നയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ബ്ലാക്ക് ഹെന്ന നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്ത് തേച്ചാൽ കിട്ടില്ല എന്ന്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ 1 മാസം വരെയൊക്കെ നന്നായിട്ട് കളർ നിൽക്കുന്നതാണ്. ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ച് സാൾട്ടും കൂടി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. അത് പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വെള്ളം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒന്ന് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡൈ ആണ് കേട്ടോ. ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% നമുക്ക് നമ്മുടെ മുടിയുടെ നാച്ചുറൽ കളർ തന്നെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഈ ഡൈ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ 10 മിനിറ്റ് ശേഷം നിങ്ങൾ ഇതിൻ്റെ കളർ കണ്ടിട്ടുണ്ടാവും. നന്നായിട്ട് ബ്ലാക്ക് ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മുടിയിലും ഇത് പ്രവർത്തിക്കുന്നത്. 100% തന്നെ നാച്ചുറൽ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞു മക്കൾക്ക് വരെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ നരച്ച മുടിയിൽ അപ്ലൈ ചെയ്ത് കറുപ്പിക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഡൈ ഞാനിവിടെ ഒരു ബ്രഷ് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമ്മുടെ നരയുള്ള ഭാഗത്തൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു 45 മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാം. തലയിൽ മുഴുവനായിട്ട് നിങ്ങൾ തേച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഷവർ ക്യാപ്പോ അല്ലെങ്കിൽ കവറോ ഉപയോഗിച്ച് നന്നായിട്ട് തല കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോരുത്. ഡ്രൈ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ 45 മിനിറ്റിന് ശേഷം ഞാനൊന്ന് കഴുകിയെടുത്തതിന് ശേഷമുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നന്നായിട്ട് നമ്മുടെ നരച്ച മുടിയൊക്കെ ബ്ലാക്ക് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കഴുകി കളയുന്ന സമയത്ത് ഷാമ്പു ഇട്ടിട്ട് നന്നായിട്ട് കഴുകിക്കളയുക. ഇത് സ്കാൽപ്പിലൊക്കെ ഒട്ടി പിടിച്ചിരിക്കുകയാണെങ്കിൽ താരനൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.